കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന് ആശംസകളുമായി കെപിസിസി അംഗം എം പി ഉണ്ണികൃഷ്ണൻ. കേരള വിഷന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണോദ്ഘാടനം ഒക്ടോബർ 4-ന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി കേരള വിഷൻ ആദരിക്കുന്നത്. ഇതിനായി 14 ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു. സംരംഭങ്ങൾ എന്നും കേരളത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാണ്. ചെറു സംരംഭങ്ങൾക്കുൾപ്പെടെ എല്ലാ സർക്കാരിന്റെ കാലത്തും പ്രോത്സാഹനം നൽകാറുണ്ട്. കുടുംബശ്രീയുടെ നേട്ടങ്ങളെ അംഗീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ കേരള വിഷന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും എം പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മൈക്രോ സംരംഭങ്ങൾക്ക് കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നൽകാൻ പോകുന്ന ഈ പദ്ധതിയും പരിപാടിയും വളരെ ശ്ലാഘനീയമായാണ് നടക്കുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള വിഷൻ വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ്. ആ കേരള വിഷൻ മുൻകൈയെടുത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. അത് ഈ സമൂഹത്തിൽ ഒരു വലിയ സന്ദേശമുണ്ടാക്കുന്ന പദ്ധതിയും പരിപാടിയുമാണ് കേരള വിഷൻ ഇവിടെ നടത്തി വരുന്നത്. എല്ലാം പുറമെ ഒരുപാട് മൈക്രോ സംരംഭങ്ങൾ സർക്കാരിൻ്റെ ലെവലിൽ മാറി വരുന്ന സർക്കാരിൻ്റെ കീഴിൽ UDFൻ്റെ സർക്കാർ പ്രത്യേകിച്ചും പല സംരംഭങ്ങളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരള വിഷനും ഇത്തരമൊരു സംരംഭം കണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് പിൽക്കാലത്ത് ഇവിടെ നടന്ന പദ്ധതിയുടെ ചുവട് വെച്ചാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും വലിയ ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കുവാനും അത് ജനങ്ങളിൽ എത്തിക്കുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക. രാഷ്ട്രീയ, കലാ, സാഹിത്യ, സാംസ്കാരിക, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.